ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കൊടൈക്കനാൽ ടു മൂന്നാർ ട്രിപ്പിൻ്റെ പാർട്ട് 4 ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാൽ മലയൊക്കെ ഇറങ്ങി ഒരു വെറ്റിലക്കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ മസാല റോസ്റ്റും അതുപോലെ മൊത്തത്തിൽ റോസ്റ്റുകളും പിന്നെ ഓംപ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂന്നാറിലോട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഫ്രൂട്ട്സും പിന്നെ ലേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് വെച്ചൊരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റും, ഞാൻ അവിടെ എല്ലാവരുടെയും കണ്ടു, നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇവിടെ തണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കാവത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എയർപിന് വേണ്ടി കയറി മൂന്നാറിന്റെ മൂന്നാർ ചുരം കയറാണ് കേട്ടാ കുട്ടികളെ. മൂന്നാർ ചുരം കയറി അങ്ങനെ മൂന്നാർ ചുരം കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഏലം തോട്ടമാണ് കേട്ടോ. ഏലക്ക ഉണ്ടല്ലോ, അതിൻ്റെ തോട്ടമാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏലാച്ചി എസ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെടികൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടം ഇത് വന്നിട്ട് ഈ ഫാക്ടറി കണ്ണൻദേവൻ ട്രിപ്പിൾ ടി ഉണ്ടല്ലോ, അതിൻ്റെ ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ തേയില മൊത്തം എനിക്ക് തോന്നുന്നു ആ ഒരു ഫാക്ടറിയുടെ ആയിരിക്കാം. അപ്പോൾ ഇവിടുത്തെ തേയില കംപ്ലീറ്റ് നുള്ളിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ആ ഒരു മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പച്ചപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഈ ഒരു ഭാഗമായിരിക്കാം മൂന്നാറിൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഭാഗം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല റോഡൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് സൈഡും തേയിലത്തോട്ടം അതിമനോഹരമായിട്ട് നിൽക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് കൊടൈക്കനാൽ വെച്ച് മൂന്നാർ നോക്കുമ്പോൾ മൂന്നാർ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കും ജനങ്ങളും പിന്നെ ലേക്ക്, അതുപോലെ തന്നെ ഗുണ കേവ്, അങ്ങനെ നല്ല, അതും ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാറിൽ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം കുറച്ചൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ അങ്ങനെയല്ല, 12:30 പോലും ഭയങ്കര തണുപ്പായിരുന്നു. അത്രയും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു ഇത്. വേറൊരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് മൂന്നാർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. നല്ലൊരു അടിപൊളി പ്രകൃതിപരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ കാണുന്നത് പോത്തുണ്ടി ഡാമാണ്. ആദ്യം ഇതുപോലെ നെറ്റൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് മൂന്നാറിലുള്ള ഹോട്ടലിൽ വന്നിരിക്കണം. ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. എടുക്കണ്ട്. ഞങ്ങള് തേയിലത്തോട്ടത്തിലേക്ക് പോവാണ്. കേറിക്കോ. ആ പറ്റും. അവനെ കയറ്റി വിട്. അപ്പോൾ തേയിലത്തോട്ടത്തിൽ കുറച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങൾ നല്ല വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. കാല് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ അല്ലൂട്ടിനെ അതിന് കയറ്റുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. കുറച്ച് ഹൈറ്റിലേക്കുള്ളൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കയറിയതാണ്.
രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ മറ്റേ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന റെസ്ട്രിക്ഷൻ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട്, ഇക്ക ഭയങ്കര വൈബായിരുന്നു. ഇക്ക ഇങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചോളും, മാനിനെയൊക്കെ കാണും, മാൻ ഇറങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ താത്താൻ്റെ കുട്ടി അയ്യോ ഒരു മാനെങ്കിലും കണ്ടാൽ മതി കേട്ടോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ ശരിക്കും റോഡിൻ്റെ സൈഡ് ഒരു വലിയൊരു മാനിനെ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ഈ സൈഡായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ആ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ കണ്ടു കേട്ടോ. വലിയൊരു മാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറയൂർ ചന്ദനക്കാട് വഴിയാണ് പോയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചന്ദനക്കാടൊക്കെ കാണുന്നത് കേട്ടോ. മറയൂർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പുലിമുരുകനിലുണ്ടല്ലോ മറയൂർ എന്ന സ്ഥലമൊക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്.